ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന 2 ടൈപ്പ് ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അധികം കെയറൊന്നും ആവശ്യമില്ലാത്ത ബർലെ മാർക്സ് എന്ന വെറൈറ്റി ഫിലോഡെൻഡ്രോൺ ആണ് ഈ പ്ലാന്റ്. വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫിലോഡെൻഡ്രോൺ ആണിത്. ഇതിൻ്റെ ഗ്ലോസി ഷൈനിങ് ലീവ്സ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. വീടിനകത്തേക്കൊരു പച്ചപ്പ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ്. കാരണം ഇതിന് നല്ല ഹെൽത്തി ലീവ്സുമാണ്, സ്റ്റണ്ണിങ് ഗ്രോത്താണ്, പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും, നിറഞ്ഞ ഇലകളും ഉണ്ടാവും. എല്ലാ ഫിലോഡെൻഡ്രോൺ സ്പീഷീസിലും വെച്ച് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. അതായത് ലേസി ഗാർഡനേഴ്സിന് പറ്റിയൊരു ചെടിയാണ്. ഒട്ടും തന്നെ കെയർ കൊടുക്കണ്ട എന്ന് തന്നെ പറയാം. ഇത് നന്നായിട്ട് വളർന്നു തുടങ്ങുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാം. ഇനി ഇതിൻ്റെ ഗ്രോയിങ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ചെടിക്ക് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ആവശ്യം. പോർച്ചിലൊക്കെ നന്നായിട്ട് ത്രൈവ് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂട്ട്സ് കാണാൻ പറ്റും. ഏറിയൽ റൂട്ട്സും കാണാം. അപ്പം ഈ പോട്ടിനകത്ത്, ഞാൻ വച്ചിരിക്കുന്ന ഈ പോട്ടിനകത്ത് ഒരുപാട് വേരുകൾ വന്ന് തിങ്ങി റൂട്ട് ബൗണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലകൾക്കൊക്കെ ഒരു യെല്ലോ സ്പോട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഇതിന് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ റീപോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലും വലിയൊരു പോട്ടിലേക്ക് മാറ്റി ചെടിയെ നട്ടു കൊടുക്കണം. ഇതൊരു വിൻഡോസിൽ പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു ഹാങ് ചെയ്യുന്നത് പോലെയാണുള്ളത്. ഒരുപാട് ഏറിയൽ റൂട്ട്സ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നത് കാണുമ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിന് പോട്ടിലേക്ക് ചുറ്റി എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഹാങ് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാണ്. ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കുകയാണെങ്കിൽ ഇലകൾ കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ടു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലേ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇൻഡോറായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതിനെ വിൻഡോ ഒക്കെ വരുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചാൽ ഇത് നന്നായിട്ട് ത്രൈവ് ചെയ്യും. അതുപോലെ നീർവാർച്ചയുള്ള മണ്ണാണ് ഈ ചെടിക്ക് ആവശ്യം. മേൽമണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് നനച്ച് കൊടുക്കുക. ഒരു പ്രശ്നമില്ലാതെ വർഷം മുഴുവൻ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സ് ഇൻഡോറിൽ വളരുമെങ്കിലും വല്ലപ്പോഴും ഒരു ഔട്ട്ഡോർ ഷെയ്ഡി സ്പോട്ടിൽ ഇതിനെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇൻഡോർ ആയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ബാലൻസ്ഡ് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാം. അതേസമയം നമ്മളിതിനെ പുറത്താണ് വയ്ക്കുന്നതെങ്കിൽ, ഔട്ട്ഡോർ ആയിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ഏത് തരത്തിലുള്ള ജൈവവളവും നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. ലീഫിൻ്റെ സൈസ് ചെറുതാവുകയും വളരെ പതുക്കെയാണ് അതിൻ്റെ ഗ്രോത്ത് എങ്കിലും അതിൻ്റെ മീനിങ് അതിനാവശ്യത്തിനുള്ള വളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് പ്രൊപ്പഗേഷൻ. വളരെ ചെറിയൊരു സ്റ്റെമ്മ് ഞാൻ നിലത്ത് നട്ടു വെച്ചതായിരുന്നു. ഇത് മഴയത്താകെ ചെളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇളക്കി മാറ്റി പുതിയൊരു പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്ത് വയ്ക്കാം. ഇലകളിലുള്ള മണ്ണൊക്കെ കഴുകിക്കളഞ്ഞാൽ നല്ല ഗ്ലോസി ഷൈനിങ് ലീവ്സ് തന്നെയായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് പോട്ടിലേക്ക് മാറ്റി നടാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നട്ടാലും പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. ഇങ്ങനെ റൂട്ട് പിടിപ്പിച്ചതിന് ശേഷം പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പോട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് നിയോൺ ഫിലോഡെൻഡ്രോൺ അല്ലെങ്കിൽ ട്രോത്തിക് ഫിലോഡെൻഡ്രോൺ എന്ന വെറൈറ്റിയെ കുറിച്ചാണ്. ഇത് ഞാനൊരു ചിരട്ടയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിൽ വച്ചിരിക്കുന്നത്. ഔട്ട്ഗ്രോ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ബർലെ മാക്സ് ഫിലോഡെൻഡ്രോണിൻ്റെ ഗ്രോയിങ് കണ്ടീഷൻ തന്നെയാണ് ഇതിനും. മീഡിയം ഓർ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് തന്നെയാണ് ഇതിനും ആവശ്യം. അതുപോലെ മേൽമണ്ണ് ഡ്രൈ ആവുമ്പോൾ നനച്ചു കൊടുക്കുക. ഗോൾഡൻ യെല്ലോ, ലെമൺ, ഡാർക്ക് ഗ്രീൻ കളർ ലീവ്സ് എല്ലാം ഒരു ചെടിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും. മണി പ്ലാന്റിലൊക്കെ പോലെ തന്നെ സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് പ്രൊപ്പഗേഷൻ. ഈ ഒരു ചെടിക്കും ഏറിയൽ റൂട്ട്സ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ നേരിയതാണ്. കീടശല്യം ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പെസ്റ്റിസൈഡ്സിൻ്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. ഇതിൻ്റെ സ്റ്റെമ്മ് കൂടുതൽ നീളം വയ്ക്കുകയും ലീവ്സിൻ്റെ ഇടയിലും കുറച്ചധികം സ്പേസ് വരികയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടുന്നില്ല എന്നാണ്. ഏത് കണ്ടീഷനായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ചെടിയായതുകൊണ്ട് തന്നെ
ആദ്യമായി ഇൻഡോർ ഗാർഡനൊക്കെ പരീക്ഷിക്കുന്നവർക്ക് പറ്റിയൊരു ചെടിയാണ്. ഒരു ട്രബിളും ഇല്ലാതെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. വീടിനകത്തും പുറത്തും പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഗാർഡനിൽ ഈ ഒരു ചെടിയെ ഉൾപ്പെടുത്തുക. സോ ഹാപ്പി ഗാർഡനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.